ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ആമസോണിൽ നമുക്ക് എങ്ങനെ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് A to Z ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ തന്നെ കാണുക. ഓക്കെ, ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആമസോണിൽ നമുക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്കൊരു സെല്ലർ അക്കൗണ്ട് ആമസോണിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ നമ്മളിന്ന് ബേസിക്കലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗൂഗിളിൽ പോവുക, ആമസോൺ സെല്ലർ സെൻറ്ററിലൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും ആമസോണിൻ്റെ തന്നെ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊരു പോർട്ടൽ ഓപ്പൺ ആവും. ഇതുപോലത്തെ ഒരു പോർട്ടലായിരിക്കും മിക്കവാറും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് URLോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ ആ വെബ്സൈറ്റിലോട്ട് പോകാനും സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് കാര്യങ്ങളൊന്നും വരത്തില്ല. ലിങ്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് ഈ ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് സെല്ലിംഗ്. അപ്പോൾ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു സൈൻ ഇൻ ഓപ്ഷനിലോട്ട് വരും. അപ്പോൾ നിങ്ങളവിടെ കൊടുക്കേണ്ടത് ക്രിയേറ്റ് യുവർ ആമസോൺ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്, പിന്നെ മൊബൈൽ നമ്പറുണ്ട്, ഇമെയിലുണ്ട്, പാസ്വേഡുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമെയിൽ ഓപ്ഷനിലാണ്. ഇമെയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കമ്പൽസറി ആയിട്ട് തന്നെ കൊടുക്കണം. വൺസ് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് നേരെ റീഡയറക്റ്റ് ചെയ്യുന്നത് ക്യാപ്ചർ അല്ലെങ്കിൽ പസിൽ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും. പസിലിൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്. പസിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വോയിസ് വെച്ചുള്ളതും ഉണ്ട്, അല്ലാണ്ടുള്ളതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യുക. എനിക്ക് പസിൽ വെച്ച് പാടായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് വോയിസിൻ്റെതാണ് പ്രിഫർ ചെയ്തത്. അതായിരുന്നു എനിക്ക് കുറച്ചും കൂടെ സോൾവ് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വൺസ് പസിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് പോകുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷനിലോട്ടാണ്. നമ്മൾ ഓൾറെഡി ഒരു മൊബൈൽ നമ്പർ ഫസ്റ്റ് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു OTP പോകുന്നുണ്ടായിരിക്കും. ആ OTP നിങ്ങൾ തെറ്റാണ്ട് ഇവിടെ കൊടുത്തിട്ട് ക്രിയേറ്റ് യുവർ ആമസോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് ഇമെയിൽ അഡ്രസ് റിക്വയർഡ് എന്നൊരു കോളമാണ്. അവിടെ നമ്മൾ ആക്ച്വലി നമ്മുടെ ഇമെയിലും അതുപോലെ തന്നെ പാസ്വേഡ് നമ്മൾ കൊടുക്കണം. ഈ ഇമെയിലും പാസ്വേഡും ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് രജിസ്ട്രേഷനും സമയത്തൊക്കെ യൂസായിട്ട് വരുന്നത്, നമുക്ക് ലോഗിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ തെറ്റാണ്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഇമെയിലും നിങ്ങൾ തെറ്റാണ്ട് കൊടുക്കുക. ഇത് രണ്ടും ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഇത് ആവശ്യം വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വൺസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് GSTയുടെ ഓപ്ഷനിലേക്ക്, GSTയുടെ അങ്ങോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GST നമ്പർ അവിടെ തന്നെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇല്ല, നിങ്ങൾ GST ഇല്ലാണ്ടാണ് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് പാൻ നമ്പറിലോട്ടാണ്. ഓക്കെ, നമ്മൾ GST പൊതുവിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ബുക്ക് അതുപോലെ തന്നെ GST കമ്പൽസറി അല്ലാത്തുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബുക്സ്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറീസിലാണ് നിങ്ങൾ പ്രൊഡക്ട്സ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GSTയുടെ ആവശ്യമില്ല. അല്ല, നിങ്ങളിപ്പോൾ കിച്ചൺ അതുപോലെ തന്നെ ഹോം ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗാർഡൻ, ലൈക്ക് പെറ്റ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറീസിൽ, സ്പോർട്സ്, ഇതുപോലെയുള്ള കാറ്റഗറീസിനൊക്കെ GST കമ്പൽസറി ആണ്. ഓൾമോസ്റ്റ് മിക്ക പ്രൊഡക്ട്സിനും കമ്പൽസറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് GST ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GST അവിടെ കൊടുക്കാം. ഇതുപോലെ ബുക്സ് പോലത്തുള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST നമ്പർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത ഇതിലോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് എൻ്റെ പാൻ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ പാൻ നമ്പർ എത്രയാണോ ഏതാണോ അതവിടെ കൊടുക്കുക. ആ 10 ഡിജിറ്റ് നമ്പർ പ്രോപ്പറായിട്ട് തന്നെ അവിടെ ആഡ് ചെയ്യാൻ നോക്കുക. വൺസ് നമ്മൾ പാൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ചോദിക്കുന്നത് പാൻ നെയിം ആയിരിക്കും. ആ പാൻ നെയിം നിങ്ങൾ പ്രോപ്പറായിട്ട് പാൻ ID എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പേര് തെറ്റാണ്ട് ഇവിടെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാനിൻ്റെ ഫ്രണ്ടിലത്തെ ഫോട്ടോ, ആ ഫ്രണ്ടിലത്തെ പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളത്തിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ വെരിഫൈയിങ് പാൻ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങളെ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ ആമസോൺ സ്റ്റോറിൻ്റെ പേര്, അതായത് ഇപ്പോൾ നിങ്ങൾ ഏത് സ്റ്റോർ നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റോർ കാണുമല്ലോ, ആമസോണിൽ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ സെല് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറിനൊരു പേര് നിങ്ങളിവിടെ ആഡ് ചെയ്യുക, ആ ഒരു പേര് കൊടുക്കുക, പേര് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാൻ നേരത്തെ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ ആക്ച്വലി നിങ്ങളുടെ പിക്കപ്പ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആമസോണിൽ നിങ്ങൾ ഈസി ഷിപ്പോ അല്ലെങ്കിൽ സെൽഫ് ഷിപ്പാണ് ചെയ്യുന്നത്. സെൽഫ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആമസോണിൻ്റെ വെയർ ഹൗസിൽ പ്രൊഡക്റ്റ് അയക്കേണ്ട, വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് അയക്കുന്നതിനെയാണ് ഈസി ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോണിൻ്റെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ പിക്കപ്പ് അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് പ്രോപ്പറായിട്ട് തെറ്റാണ്ട് തന്നെ കൊടുക്കുക, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റിൽ ചോദിക്കുന്നത് ചൂസ് യുവർ ഷിപ്പിംഗ് മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈസി ഷിപ്പ് അവൈലബിൾ ആണ്, സെൽഫ് ഷിപ്പ് അവൈലബിൾ ആണ്. സെൽഫ് ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു തേർഡ് പാർട്ടി കൊറിയർ ഏജൻസിയുമായിട്ട് ടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തേർഡ് പാർട്ടി വെൻഡേഴ്സ് വഴി നമ്മൾ സെല് ചെയ്യുന്നതാണ്, പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഷിപ്പ് എന്ന് പറയുന്നത്. ഈസി ഷിപ്പ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആമസോൺ ആയിരിക്കും ഷിപ്പ് ചെയ്യുന്നത്, ബട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പ്രോഡക്റ്റ് വെക്കാം. ആമസോണിൻ്റെ വെയർ ഹൗസിലൊന്നും അയക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ കാശ് കൊടുക്കേണ്ട കാര്യമില്ല, വീട്ടിൽ വെച്ച് തന്നെ പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അത് കൊടുത്ത് അതിൽ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു കോളം വരും, ഇതിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ടതില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഷിപ്പിങ്ങിൻ്റെയാണ്. ഷിപ്പിംഗ് ആക്ച്വലി ഇവിടെ 3 രീതിയിലാണ് ആമസോണിൽ ഷിപ്പിംഗ് വരുന്നത്. ലോക്കൽ വരുന്നുണ്ട്, റീജിയണൽ വരുന്നുണ്ട്, നാഷണൽ വരുന്നുണ്ട്. നാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയാണ് വരുന്നത്. റീജിയണൽ എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി ഒരു സൗത്തും അതിന് തൊട്ട് മുകളിലുള്ള ഏരിയാസൊക്കെ കവർ ചെയ്ത് വരും. നമ്മുടെ ഇപ്പോൾ കേരളയിലാണെങ്കിൽ കേരള നിയർ ബൈ സ്റ്റേറ്റ്സ് ഒക്കെ വരും, അതായത് തമിഴ്നാട്, കർണാടക അതൊക്കെയൊക്കെ വരുന്നത്, അതിനാണ് റീജിയനിൽ വരുന്നത്. ലോക്കൽ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ഷിപ്പ് ചെയ്യുന്നതിനാണ് ലോക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓരോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫ്രീ ആയിട്ടും ചാർജ് ചെയ്യാം കസ്റ്റമേഴ്സിന്, അല്ലാണ്ട് പെയ്ഡായിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങളവിടെ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആമസോണിൽ ചില സമയത്ത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ 499 കീഴിലാണ് പ്രൊഡക്ട്സ് വരുന്നതെന്നുണ്ടെങ്കിൽ ആമസോണ് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് 40 രൂപീസ് എക്സ്ട്രാ മേടിക്കുന്നുണ്ട് ഷിപ്പിങ്ങിനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈസി ഷിപ്പാണോ അല്ലെങ്കിൽ സെൽഫ് ഷിപ്പാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൈസ് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര രൂപയ്ക്ക് കസ്റ്റമറിന് നമുക്ക് ഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കോസ്റ്റ് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫ്രീ ഡെലിവറി തന്നെ കൊടുക്കുക. ആ ഷിപ്പിംഗ് കോസ്റ്റ് കഴിവതും പ്രൊഡക്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ലീഗൽ നെയിമും പാൻ നമ്പറൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തത് അതുപോലെ അവിടെ വരുന്നത് കാണാം. അത് നമുക്കൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് തെറ്റാണ്ട് തന്നെ ഇവിടെ ആഡ് ചെയ്യുക. അതിന് കാരണം നമ്മളിവിടെ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് കാശ് ആമസോണിൽ നിന്ന് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ പ്രൊഡക്റ്റൊക്കെ സെല് ചെയ്ത് നമുക്ക് കാശൊക്കെ വരുമല്ലോ, ഒബ്വിയസ്ലി നമുക്ക് കാശ് കിട്ടും. അപ്പോൾ അത് ആമസോണിൻ്റെ സെല്ലർ അക്കൗണ്ടിലോട്ടായിരിക്കും ആദ്യം വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പേ ഔട്ട് കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് മാക്സിമം നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും തെറ്റാണ്ട് തന്നെ കൊടുക്കുക. വൺസ് അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കോളത്തിൽ വരുന്നത് ടാക്സ് ബ്രാക്കറ്റാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ടാക്സ് ബ്രാക്കറ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഒന്നുമില്ല, അല്ല നിങ്ങൾക്കിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല ഏത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല, ഏതാ സെല് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ക്ലോത്ത് ഗാർമെൻറ്റ്സ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം ബേസ്ഡ് പ്രൊഡക്ട്സ് ആണോ അല്ലെങ്കിൽ സ്പോർട്സ് ബേസ്ഡ് പ്രൊഡക്ട്സ് ആണോ, അങ്ങനെ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 18% സ്ലാബ് തന്നെ ചൂസ് ചെയ്യുക സ്റ്റാൻഡേർഡിൽ, അതിൽ പോകുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ട്, ഈ ഒരു കാറ്റഗറിയിൽ ഈ പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഒരു കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. 5%ഓ 12%ഓ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പ്രൊഡക്റ്റ് നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഏത് കാറ്റഗറി ചൂസ് ചെയ്താലും ഒബ്വിയസ്ലി നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഏത് സ്ലാബിൽ വരുമെന്ന് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. ബട്ട് ഇത് ജസ്റ്റ് ഒരു ആമസോണിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ സ്ലാബ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ആഡ് പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് എനേബിൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പേജിലേക്കാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ചോദിക്കുന്നുണ്ടായിരിക്കും. ആ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് അവിടെ ആഡ് ചെയ്യുക. ജസ്റ്റ് അത് വേറൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളുടെ ഒന്ന്
വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളുടെ പ്രോപ്പർ മൊബൈൽ നമ്പർ അവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് SMS വരുന്നതായിരിക്കും, OTP ആയിട്ട് SMS വരുന്നതായിരിക്കും. നിങ്ങളിവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ആ ബ്ലൂ ടിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നത് ക്ലിക്ക് ഹിയർ ടു ആഡ് പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ നേരത്തെ നമ്മൾ കൊടുത്തത് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് സ്റ്റോറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ 3 ഡോട്ടഡ് ലൈൻസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻവെൻട്രിയിൽ അവിടെയൊക്കെ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഒത്തിരി ഓപ്ഷൻസ് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. ഓരോ സെക്ഷൻസായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം ആഡിങ് ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെ ഒരു അക്കൗണ്ട് ആമസോണിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ എന്നുള്ളത് അത് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്സ്, ഇതിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ ഇൻ്റർഫേസ്, ആമസോണിൻ്റെ സെല്ലർ അക്കൗണ്ടിലെ ഇൻ്റർഫേസ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ്. അപ്പോൾ ഞാനത് റെഫർ ചെയ്തിട്ട് തീർച്ചയായിട്ടും ന്യൂ വീഡിയോസ് അതിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.